വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട സംഘടനകളും ആ സംഘടനകളുടെ സ്ഥാപകരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങിയത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളാണ്. രാജാ റാം മോഹൻ റായ്, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ അവർ സ്ഥാപിച്ച സംഘടനകളൊക്കെ പഠിച്ചു. അതുപോലെ അപ്പോൾ അവരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള വലിയ വലിയ കുറേയധികം കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പൊ ഇനി എന്താ വെച്ചാൽ ചെറിയ ചെറിയ ചില സംഘടനകൾ വളരെ ചെറുതാണ്, അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷേ സംഘടനകളുടെ സ്ഥാപകര് അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിലേക്കാ പോണേ. അതിൽ ഫസ്റ്റ് സ്ഥാപനത്തിന്റെ പേരാണ്, ഫസ്റ്റ് സംഘടനയുടെ പേരാണ്, നോക്കൂ, തത്വബോധിനി സഭ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഘടനയെ കുറിച്ച്? തത്വബോധിനി സഭ. തത്വബോധിനി സഭയുമായിട്ട് ബന്ധപ്പെട്ട് അത് എന്നാ സ്ഥാപിച്ചെന്നാ ചോദിക്കുക. 1839 ഇനി ഇത് ആരാ സ്ഥാപിച്ചെന്ന് ചോദിക്കാം. ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോർ എന്ത് സ്ഥാപിച്ചു? തത്വബോധിനി സഭ സ്ഥാപിച്ചു. ദേവേന്ദ്രനാഥ ടാഗോർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. പക്ഷേ അത് തത്വവർജിനി സഭ എന്ന പേരിലാണ് അദ്ദേഹം ആദ്യം തുടങ്ങിയത്. തത്വവർജിനി സഭ. പിന്നീടാണ് അത് ഏത് പേരിലാക്കി മാറ്റിയത്? തത്വബോധിനി സഭയാക്കി മാറ്റിയത്. ഇത്രയും ഓർത്താ മതി കേട്ടോ. അപ്പൊ തത്വബോധിനി സഭ 1839 ആരംഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചു. സ്ഥാപിച്ചത് ഏത് പേരിലാണ്? തത്വവർജിനി സഭ എന്ന പേരിലാണ്. അടുത്തത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയാണ്. അതിന്റെ പേര് പ്രാർത്ഥനാ സമാജം എന്നാണ്. എന്താണ്? പ്രാർത്ഥനാ സമാജം എന്നാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് 1867 ഇനി പ്രാർത്ഥനാ സമാജത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, പ്രയർ സൊസൈറ്റി. അപ്പൊ പ്രാർത്ഥനാ സമാജം എന്ന് പറഞ്ഞാലും പ്രയർ സൊസൈറ്റി എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗാണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു വ്യക്തിയാണ് ട്ടോ. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അടുത്തത് വേദസമാജം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. വേദസമാജം 1864 വേദസമാജം. ഇത് സ്ഥാപിച്ചത് മദ്രാസിലാണ് എന്ന് ഓർക്കുക. എവിടെയാ? മദ്രാസില്. ആരാണ് സ്ഥാപിച്ചത്? ശ്രീധരലു നായിഡു. ശ്രീധരലു നായിഡു. ഒരാളും കൂടി ഉണ്ട്, കേശവചന്ദ്രസെൻ. അപ്പൊ ശ്രീധരലു നായിഡു, കേശവചന്ദ്രസെൻ എന്നീ രണ്ട് പേരുകൾ കൂടിയിട്ട് അപ്പൊ രണ്ടുപേരും കൂടി 1864 മദ്രാസിൽ വേദസമാജം സ്ഥാപിക്കുന്നു. അല്ലെ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. തത്വബോധിനി സഭ 1839 സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. സ്ഥാപിക്കുമ്പോ അതിന്റെ പേര് തത്വവർജിനി സഭ എന്നായിരുന്നു. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. അതിന്റെ മറ്റൊരു പേര് പ്രയർ സൊസൈറ്റി എന്നാണ്. 1864 വേദസമാജം മദ്രാസിൽ സ്ഥാപിച്ചത് ശ്രീധരലു നായിഡുവും കേശവചന്ദ്രസെന്നും കൂടിയിട്ടാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് പൂന സാർവജനിക് സഭ. പൂന സാർവജനിക് സഭ 1870 സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. പൂന സാർവജനിക് സഭ 1870 സ്ഥാപിക്കുന്നു. മഹാദേവ ഗോവിന്ദ റാനഡെ പൂന സാർവജനിക് സഭ 1870 സ്ഥാപിച്ചു. ക്ലിയർ ആയോ? മഹാദേവ ഗോവിന്ദ റാനഡെ പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് 1870. ഇവിടെ നമ്മൾ വേദസമാജം പഠിച്ചില്ലേ? അടുത്ത് നമ്മൾ പഠിക്കണു ദേവസമാജം. ദേവസമാജവും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ദേവസമാജം 1887 ദേവസമാജത്തിന്റെ ആസ്ഥാനം ലാഹോർ ആണ്. ദേവസമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ആരാണ്? പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി. പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി സ്ഥാപിച്ച സംഘടനയാണ് എന്തെന്ന് പറഞ്ഞ ദേവസമാജം എന്ന് പറഞ്ഞ. ക്ലിയർ ആയോ നിങ്ങൾക്ക്?
അപ്പൊ ഒന്ന് പറഞ്ഞേ, ദേവസമാജം സ്ഥാപിച്ച 1887 എവിടെ സ്ഥാപിച്ചു? ലാഹോർ. ആര് സ്ഥാപിച്ചു? പണ്ഡിറ്റ് ശിവനാരായണ അഗ്നിഹോത്രി. അടുത്തത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്, സത്യശോധക സമാജ് എന്നാണ് അതിന്റെ പേര്. സത്യശോധക സമാജ് എന്നാണ് പേര്. സത്യശോധക സമാജ് 1873 സ്ഥാപിക്കണേ. 1873 ആരാണ് സ്ഥാപിച്ചേ? ജ്യോതി റാവു ഫുലെ. ജ്യോതി റാവു ഫുലെ. ജ്യോതി റാവു ഫുലെ സത്യശോധക സമാജ് ആരംഭിച്ച വർഷം എവിടെയാണ് സ്ഥാപിച്ചത്? 1873 പൂനെയിലാണ് സ്ഥാപിച്ചത്. 1873 പൂനെയിൽ സ്ഥാപിച്ചു. ജ്യോതി റാവു ഫുലെ ഇത് സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാപിച്ചതിന് ശേഷം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കും കൂടി രചിക്കുകയുണ്ടായി. ആ ബുക്കിന്റെ പേര് ഗുലാംഗിരി എന്നാണ്. ഗുലാംഗിരി, അടിമത്തം എന്ന മീനിങ് ഉള്ള ഗുലാംഗിരി. ഗുലാംഗിരിയുടെ മീനിങ് അടിമത്തം എന്നാണ് ആ വേർഡിന്റെ മീനിങ് കേട്ടോ. ഇനി ശോധക സമാജത്തിന് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു. ഇവരുടെ മുഖപത്രം കൂടി പഠിച്ചു വെക്കണം. മുഖപത്രത്തിന്റെ പേര് ദീനബന്ധു എന്നാണ്. അപ്പൊ ദീനബന്ധു മുഖപത്രം ആരുടെയാണ്? സത്യശോധക സമാജ് ഓർഗനൈസേഷന്റെയാണ്. ആരാണ് അത് സ്ഥാപിച്ചത്? ജ്യോതി റാവു ഫുലെയാണ്. അപ്പൊ ഈ പറഞ്ഞതൊന്ന് പറഞ്ഞേ. തത്വബോധിനി സഭ 1839 സ്ഥാപിക്കുന്നു. ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചു. തത്വബോധിനി സഭ സ്ഥാപിച്ചപ്പോൾ അതിന്റെ ആദ്യ പേര് തത്വവർജിനി സഭ എന്നായിരുന്നു. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റൊരു പേര് പ്രയർ സൊസൈറ്റി. തത്വബോധിനി സഭയുടെ മറ്റൊരു പേര് തത്വവർജിനി സഭ അല്ലെ. വേദസമാജം 1864 മദ്രാസിൽ സ്ഥാപിച്ചത് രണ്ടു പേര് ചേർന്നാണ്. ശ്രീ തരലു നായിഡു, കേശവചന്ദ്രസൻ. ശ്രീ തരലു നായിഡു, കേശവചന്ദ്രസൻ. 1870 പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാനഡെ. 1870 പൂന സാർവജനിക് സഭ സ്ഥാപിച്ചു മഹാദേവ ഗോവിന്ദ റാനഡെ. 1887 ദേവസമാജം സ്ഥാപിച്ചു. ദേവസമാജം ലാഹോർ ആസ്ഥാനമായി. ആര്? പണ്ഡിറ്റ് ശിവനാരായണ അഗ്നിഹോത്രി. പണ്ഡിറ്റ് ശിവനാരായണ അഗ്നിഹോത്രി ലാഹോറിൽ 1887 ദേവസമാജം സ്ഥാപിച്ചു. 1873 സത്യശോധക സമാജ് പൂനെയിൽ ആരംഭിച്ചു. ആര്? ജ്യോതി റാവു ഫുലെ. സത്യശോധക സമാജിന്റെ മുഖപത്രം ദീനബന്ധു. ഇനി ജ്യോതി റാവു ഫുലുന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഗുലാംഗിരി. ഗുലാംഗിരി. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അടുത്തത് നമ്മൾ പഠിക്കുന്നു. അടുത്ത എന്താ പറയുന്നത് സ്ഥാപനത്തിന്റെ പേര് അലിഗഡ് സൊസൈറ്റി എന്നാണ്. എല്ലാവർക്കും അറിയുന്നതാണ് അലിഗഡ് സൊസൈറ്റി. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അലിഗഡ് സൊസൈറ്റി. അതിന്റെ വർഷം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 1875. അലിഗഡ് സൊസൈറ്റിയുടെ വർഷം എന്ന 1875 അലിഗഡ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1875. എന്നാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ചോദിക്കാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ് എന്ന് പറയണം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1875 സ്ഥാപിച്ചതാണ്. 1875 സ്ഥാപിച്ചതാണ് ഏത്? അലിഗഡ് സൊസൈറ്റി എന്ന് പറയുന്നത് 1875 സ്ഥാപിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഏതാണ്? തിയോസഫിക്കൽ സൊസൈറ്റി. അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റി 1875 സ്ഥാപിച്ച സംഘടന തന്നെയാണ്. 1875 തിയോസഫിക്കൽ സൊസൈറ്റിയും അലിഗഡ് സൊസൈറ്റിയും. 1875 ന്യൂയോർക്കിൽ രൂപം കൊണ്ട സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ന്യൂയോർക്കില് ഇത് രൂപീകരിച്ചത് ബ്ലാവഡ്സ്കി. ആരാണ്? ബ്ലാവഡ്സ്കി. ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലാവഡ്സ്കി എന്ന് പറയുന്നവരും അതുപോലെ തന്നെ ആരാണ്? ഹെൻറി ഓൾക്കോട്ടും ചേർന്നാണ്. ഹെൻറി ഓൾക്കോട്ട്. അപ്പൊ മാഡം ബ്ലാവഡ്സ്കി, കേണൽ ഹെൻറി ഓൾക്കോട്ട്, കേണൽ ഹെൻറി ഓൾക്കോട്ട് ഇവര്
രണ്ടുപേരും ചേർന്നാണ് ന്യൂയോർക്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ബ്ലാവഡ്സ്കി, ഹെൻറി ഓൾക്കോട്ട്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം അടയാറാണ്. അപ്പൊ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ന്യൂയോർക്കും ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാണ്? അടയാറുമാണ്. അടയാറിൽ സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ നേതാവ് ആരാണ്? ആനി ബസന്റ് ആണ്. അടയാറിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട നേതാവ് ആനി ബസന്റ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി തിയോസഫിക്കൽ സൊസൈറ്റി എവിടെ ഉണ്ടായിരുന്നു? മലബാറിൽ ഉണ്ടായിരുന്നു. അപ്പൊ മലബാറിൽ അത് സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യർ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? മഞ്ചേരി രാമയ്യരാണ്. മഞ്ചേരി രാമയ്യർ എവിടെ സ്ഥാപിച്ചു? മലബാറിൽ സ്ഥാപിച്ചു. അപ്പൊ പറഞ്ഞേ, തിയോസഫിക്കൽ സൊസൈറ്റി 1875 ന്യൂയോർക്കിൽ സ്ഥാപിച്ചത് രണ്ട് വ്യക്തികൾ ചേർന്ന്. ഒന്ന് മാഡം ബ്ലാവഡ്സ്കിയും അടുത്തത് കേണൽ ഹെൻറി ഓൾക്കോട്ടും ചേർന്ന്. ഇന്ത്യയിൽ അത് സ്ഥാപിച്ചത് മദ്രാസിലെ അടയാറിലാണ്. ഇന്ത്യയിൽ അതിന്റെ നേതാവ് ആനി ബസന്റ് ആണ്. മലബാറിലെ നേതാവ് മഞ്ചേരി രാമയ്യരാണ്. മലബാറിലും എന്തുണ്ട്? തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട്. അതിൽ ആരാണെന്നാ നമ്മൾ പറയേണ്ടത്? നമ്മുടെ മഞ്ചേരി രാമയ്യറാണ് കേട്ടോ. ഇനി ആനി ബസന്റ് എന്നാണ്? ഇനി ആനി ബസന്റിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ആനി ബസന്റ് ലണ്ടനിലാട്ടോ ജനിച്ചത്. ആനി ബസന്റ് ജനിച്ചത് എവിടെയാണ്? ലണ്ടനിലാണ്. അവരുടെ ശരിക്കുള്ള പേര് ആനി വുഡ് എന്നാണ്. ആനി വുഡ് എന്നാണ് ആനി ബസന്റിന്റെ ശരിക്കുള്ള പേര്. ലണ്ടൻകാരിയാണ്. ലണ്ടനിലാണ് ജനിച്ചത്. 1889 മെയ് മാസം 21 ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമാകുന്നു. അപ്പൊ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ 1889 മെയ് 21 അംഗമായി. ഇനി അടുത്തത് ചിക്കാഗോയിൽ സർവമത സമ്മേളനം നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. നടന്നത് 1893 പറഞ്ഞു അല്ലെ? ആ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത് ആര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ആനി ബസന്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തു. ആനി ബസന്റ് ഹോം റൂൾ ലീഗും സ്ഥാപിച്ചു. ആനി ബസന്റ് സ്ഥാപിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു സംഘടന ഹോം റൂൾ ലീഗ്. ഏതാണ്? ഹോം റൂൾ ലീഗ്. ആനി ബസന്റ് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് 1916 ഓഗസ്റ്റ് 1. അപ്പൊ 1916 ഓഗസ്റ്റ് 1 ആനി ബസന്റ് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. 1916 ഓഗസ്റ്റ് 1. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ആനി ബസന്റിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പത്രം ഉണ്ട് കേട്ടോ മക്കളെ. ആ പത്രത്തിന്റെ പേര് എന്താ അറിയോ നിങ്ങൾക്ക്? ന്യൂ ഇന്ത്യ എന്നാണ്. അപ്പൊ ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണെന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ പേര് കോമൺവീൽ എന്നാണ്. എന്താണ്? കോമൺവീൽ. അത് സ്ഥാപിച്ചത് ഇവരല്ല, അതിന്റെ പത്രാധിപർ ഇവരായിരുന്നു. ആര്? നമ്മുടെ ആനി ബസന്റ്. അപ്പൊ ആനി ബസന്റ് പത്രാധിപരായിട്ടുള്ള പത്രമാണ് ഏത്? കോമൺവീൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ആനി ബസന്റിന്റെ അന്ത്യവിശ്രമ സ്ഥലം കൂടി ഓർത്തു വെക്കുക. ഗാർഡൻ ഓഫ് റിമംബറൻസ്. ഏതാണ്? ഗാർഡൻ ട്ടോ. ഗാർഡൻ ഓഫ് റിമംബറൻസ്. ഗാർഡൻ ഓഫ് റിമംബറൻസ്. അത് ആനി ബസന്റിന്റെ എന്താ പറയാ? അന്ത്യവിശ്രമ സ്ഥലമാണ് കേട്ടോ. ഇനി ഇവരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു വചനം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണെന്ന് അഭിപ്രായപ്പെട്ടതാരാ? ആനി ബസന്റ് ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, തിയോസഫിക്കൽ സൊസൈറ്റി 1875 ന്യൂയോർക്കില് മാഡം ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കോട്ടും ചേർന്ന് സ്ഥാപിച്ചു. ഇന്ത്യയിൽ അടയാറില് അല്ലെ, മദ്രാസിലെ അടയാറില് നേതൃത്വം ആനി ബസന്റ് നൽകി. മലബാറിൽ നേതൃത്വം മഞ്ചേരി രാമയ്യർ നൽകി. അത്രയേ ഉള്ളൂ തിയോസഫിക്കൽ സൊസൈറ്റി. അപ്പൊ നമ്മൾ ആനി ബസന്റിന്റെ ഒന്ന് രണ്ട് കാര്യം പഠിക്കണം. അവര് ലണ്ടനിൽ ജനിച്ചു വളർന്ന ലേഡിയാണ്. ആനി വുഡ് എന്നാണ് ശരിക്കുള്ള പേര്. 1889 അവര് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ മെമ്പറായിട്ട് 1893 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രതിനിധാനം ചെയ്ത് ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്തു. 1916 ഓഗസ്റ്റ് 1 അവർ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. അവരുടെ പ്രശസ്തമായിട്ടുള്ള പത്രമാണ് ന്യൂ ഇന്ത്യ. അവർ കോമൺവെൽത്ത് എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഗാർഡൻ ഓഫ് റിമംബറൻസ് അവരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇത്രയും എന്താ പറയാ, കുറച്ച് സ്ഥാപനങ്ങളും അതിൽ ഒന്ന് രണ്ട് വ്യക്തികളെയും കുറിച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. 2-3 ക്ലാസ്സോട് കൂടി നമുക്ക്
ഈ ഒരു ഭാഗം അതായത് എന്താ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ആ ടോപ്പിക്ക് തീരും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട്, ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും